എല്ലാവർക്കും നമസ്കാരം. പച്ചിലയത്തിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശംഖുപുഷ്പം എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ചാണ്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോയിൽ ഈ സസ്യത്തെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം വിലയിരുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ശംഖുപുഷ്പം? പണ്ടത്തെ കാലത്ത് നമ്മുടെ പാടത്തും പറമ്പിലും വരമ്പിലും വേലികളിലെല്ലാം സർവ്വസാധാരണമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത്രത്തോളം ഒന്നും കാണാൻ കിട്ടാറില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഔഷധ ഗുണം മനസ്സിലാക്കി പലരും വീടുകളിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. വളരെയധികം ഭംഗിയുള്ള പൂക്കളാണ് ഈ സസ്യത്തിൻ്റേത്. ഇലകൾ ഒരു തണ്ടിൽ തന്നെ 3-4 ഇലകളായിട്ട് കാണപ്പെടുന്നു. നല്ല ഇളം പച്ച കളറാണ്. ഇതിൻ്റെ വിത്ത് പയർ വിത്തിൻ്റെ അതേ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതൊരു വള്ളിച്ചെടിയാണ്. എല്ലാ കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ്. നിറയെ പൂക്കളും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഔഷധ ഉപയോഗ ഭാഗം എന്ന് പറയുന്നത് പൂവ്, ഇല, വേര് ഇവ സെപ്പറേറ്റ് ആയിട്ടും സമൂലമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇത് മറ്റ് പച്ചമരുന്നുകളുടെ കൂടെ കൂട്ടുമരുന്നായിട്ടും ഒറ്റമൂലിയായിട്ടും ഉപയോഗിക്കാറുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ഏഷ്യൻ പീജൻ വിങ്സ്, ബ്ലൂ ബെൽ വൈൻ, നീലപ്പയർ, ബട്ടർഫ്ലൈ പയർ, ഡാർവിൻ പയർ എന്നിങ്ങനെ പല പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ശംഖുപുഷ്പി എന്നും വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ആയുർവേദത്തിൽ ഇതിനെ അപരാജിത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിറ്റോറിയ ടെർനേറ്റിയ എന്നാണ് സയൻറ്റിഫിക് നാമം വരുന്നത്. അപ്പോൾ ഈ സസ്യം പലരുടെയും വീടുകളിലുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. സർവ്വസാധാരണമായിട്ടിപ്പോൾ 2 നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്, വെള്ളയും നീലയും. ഇവയിൽ തന്നെ വെള്ളയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം ഉള്ളത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ 5 വ്യത്യസ്ത ഇനത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ ഉണ്ട് എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഈയൊരു സസ്യത്തെക്കുറിച്ചിട്ടുള്ള ആദ്യ പരാമർശം നടക്കുന്നത് 1678-ലാണ്. പോളിഷിലെ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനായ ജേക്കബ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിൻ്റെ ചിത്രീകരണം ഉൾപ്പെടെ ഈ ജനുസിനെ കുറിച്ചുള്ള ആദ്യ പരാമർശം നടത്തിയത്. അദ്ദേഹം ഇതിനെ ടെർനാറ്റിയൻ പുഷ്പം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണം എന്ന് നമുക്കൊന്ന് നോക്കാം. ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ടിട്ട് തയ്യാറാക്കപ്പെടുന്ന ചായ, ബ്ലൂ ടീയ, നീലച്ചായ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇപ്പോൾ വളരെയധികം ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടൽസിലും ചില ടീയ ഷോപ്സിലെല്ലാം ഇപ്പോൾ ഇവർ ഈ ഒരു ചായ കൊടുക്കുന്നുണ്ട്. ഇത് ഇതേ നീല ശംഖുപുഷ്പം ഉപയോഗിച്ച് തയ്യാറാക്കപ്പെടുന്നതാണ്. ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പൂവിട്ട് തിളപ്പിച്ച വെള്ളം ഒരു കട്ടൻ ചായ പോലെ ഉന്മേഷദായകമായ ഒരു പാനീയമായി ഇപ്പോൾ കരുതുന്നുണ്ട്. ഒരു കപ്പിന് ഒരു 3-4 ശംഖുപുഷ്പത്തിൻ്റെ, അതായത് നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ തണ്ടും ഞെട്ടും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ പുഷ്പം മാത്രം, നീല കളറിൻ്റെ ആ ഒരു പൂവ് മാത്രം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിന്, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിന് 3 ശംഖുപുഷ്പം എന്ന അളവിൽ പഞ്ചസാര ചേർക്കാതെ തിളപ്പിച്ചെടുത്ത് കുടിക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. നീലച്ചായ ഉണ്ടാക്കാനായിട്ട് ഉണങ്ങിയ പൂക്കളും ഉപയോഗിക്കാവുന്നതാണ്. പൂക്കളിട്ട് നന്നായി തിളച്ച വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഇത് കുടിക്കുന്നതിലൂടെ ചുമ, തലവേദന എന്നിവ അകറ്റാനും സമ്മർദ്ദവും വിഷാദവും നിയന്ത്രിച്ച് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ചായ സ്ഥിരമായി കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു. ശംഖുപുഷ്പത്തിൻ്റെ വേരരച്ച് പാലിൽ ചാലിച്ച് കുഞ്ഞു കുട്ടികൾക്ക് മലബന്ധം മാറാനായിട്ട് കൊടുക്കാറുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റൈൽ കൊളൈനിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ഓർമ്മശക്തിയും തലച്ചോറിൻ്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും ഗ്ലൂക്കോസിൻ്റെ ആഗിരണത്തെ നിയന്ത്രിച്ച് ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാൻ ഉപകരിക്കുമെന്നും അർബുദ സാധ്യത കുറയ്ക്കുമെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ പാരമ്പര്യമായി ആയുർവേദത്തിൽ ഇത് ഒരു ബ്രെയിൻ ടോണിക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ സത്തിൽ ആൻറ്റി മൈക്രോബയൽ, ആൻറ്റി പൈററ്റിക്, ആൻറ്റി ഡയബറ്റിക്, മിനുസമാർന്ന പേശി വിശ്രമ ഗുണങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ ഔഷധ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നാണ് പല പഠനങ്ങളിലും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈയൊരു ഔഷധത്തിൻ്റെ ഉപയോഗം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തി നൽകുകയും സ്കിന്നിന് നല്ലൊരു തിളക്കം നൽകുന്നതിനും സഹായിക്കും. ആയുർവേദ വിധിപ്രകാരം ഇതിൻ്റെ രസാദി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഭാഗം കടു, വീര്യം ഉഷ്ണവീര്യമാണ്, ഗുണം തീക്ഷ്ണമാണ്, തിക്തം കഷായമാണ് ഇതിൻ്റെ രസം വരുന്നത്.
ഇനി ഈ ശംഖുപുഷ്പം സ്ഥിരമായി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ശംഖുപുഷ്പം ഉപയോഗിക്കുന്ന ചില ആൾക്കാരിൽ ദഹന പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. കൂടാതെ ഇതിൻ്റെ പൂക്കൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാർക്കെങ്കിലും BP കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അവർക്കും ബാധകമല്ല, ചില ആൾക്കാരിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. കൂടാതെ സ്ഥിരമായി ഏതെങ്കിലും ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു വൈദ്യൻ്റെയോ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെയോ നിർദ്ദേശം തേടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു ഔഷധ സസ്യവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.